വാഴ്ക വയ്യകം വാഴ്ക വയ്യകം വാഴ്ക വളമുടൻ. വേദാദ്രി മഹർഷിയുടെ ആത്മകഥ, എൻ്റെ ആത്മചരിത്രം, അധ്യായം 4. വൈദ്യഭൂപതി എസ് കൃഷ്ണറാവു അദ്ദേഹം എനിക്ക് പകർന്നു തന്ന ആയുർവേദ പാഠങ്ങൾ എൻ്റെ മനസ്സിൽ വ്യക്തമായ ഒരു സ്ഥാനം നേടി. കൂടാതെ എൻ്റെ സഹോദരിയുടെ ഭർത്താവും ആയുർവേദ സിദ്ധമരുന്നുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വൈദ്യനായിരുന്നു. ശരിയായ രീതിയിൽ പലതരത്തിലുള്ള ചൂർണം, ഭസ്മം, എണ്ണ, ലേഹ്യം ഇവ തയ്യാറാക്കുന്ന കഴിവ് എനിക്കുമുണ്ടായിരുന്നു. എൻ്റെ ചികിത്സാ പ്രാഗൽഭ്യത്തിൽ അഭിമാനം കൊണ്ട വൈദ്യഭൂപതി അദ്ദേഹം എന്നെ ഒരു യോഗ്യതയുള്ള വൈദ്യനാക്കണമെന്ന് ആഗ്രഹിച്ചു. ആ കാലത്തിൽ അഖിലേന്ത്യാ ആയുർവേദ മഹാമണ്ഡൽ ആൻഡ് വിദ്യാപീഠം എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ശാഖ ചെന്നൈയിലുണ്ടായിരുന്നു. അതിൻ്റെ മുഖ്യ കാര്യാലയത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആയുർവേദ ചികിത്സയിൽ പ്രഗത്ഭന്മാർ അംഗങ്ങളായിരുന്നു. അവിടെ ആയുർവേദ വിദ്യാലയങ്ങൾ നടത്തിയും പരീക്ഷകൾ നടത്തി ജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയും വന്നിരുന്നു. ആ സർട്ടിഫിക്കറ്റിന് നല്ലൊരു മതിപ്പ് അക്കാലത്തുണ്ടായിരുന്നു. ഹിന്ദിയിൽ പരീക്ഷ എഴുതുന്നവർക്ക് വൈദ്യവിശാരദ എന്ന ബഹുമതി ലഭിക്കും. അതേ പരീക്ഷ മറ്റേത് ഭാഷയിൽ എഴുതിയാലും വൈദ്യ ഭിഷക് എന്ന ബഹുമതി ലഭിക്കും. തമിഴ്നാട്ടിൽ ആ കാലത്ത് ക്യാപ്റ്റൻ ഡോക്ടർ ശ്രീനിവാസമൂർത്തി അവർകളും ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡി അവർകളും അഖിലേന്ത്യാ ആയുർവേദ മഹാമണ്ഡലിൻ്റെ മുഖ്യ ചുമതലയിലുണ്ടായിരുന്നു. എന്നെ എൻ്റെ ഗുരുനാഥൻ ആ പരീക്ഷ എഴുതുവാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഞാൻ ആ പരീക്ഷ എഴുതി. മൊത്തം 9 വിഭാഗങ്ങൾ. ആദ്യ വർഷം 6 വിഭാഗങ്ങളിൽ നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അടുത്ത വർഷം ബാക്കിയുണ്ടായിരുന്ന 3 വിഭാഗങ്ങളിലും പരീക്ഷ എഴുതി പാസ്സായി. എൻ്റെ വിജയം കണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനുണ്ടായ ആനന്ദം ഞാനൊഴികെ മറ്റാർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. നല്ല രീതിയിൽ ജീവിക്കുവാനായി വഴി അന്വേഷിച്ച് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന് പറ്റിയൊരു വഴി കാണിച്ചു കൊടുത്തു എന്നൊരു സംതൃപ്തി അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ഭാവത്തിലും പുഞ്ചിരിയിലും എന്നാൽ ദർശിക്കാൻ സാധിച്ചു. 4 വർഷം അതിനുവേണ്ടിയുള്ള ആയുർവേദ വിദ്യാലയങ്ങളിൽ പഠിച്ചവർക്കേ ആ പരീക്ഷ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം പാഠങ്ങളും പ്രാക്ടിക്കൽ പരിശീലനങ്ങളും ഉള്ളതാണത്. ഇക്കാലത്തിൽ കുതിരപ്പന്തയത്തിനോടനുബന്ധിച്ച് റേസ് ഗ്രൗണ്ടിലൊഴികെ മറ്റ് സ്ഥലങ്ങളിൽ പണം വാങ്ങിക്കരുതെന്ന ഒരു നിയമം നിയമസഭ പാസാക്കി. ആദ്യം ആ നിയമം ടൗണിൻ്റെ അതിരുവരെ പ്രാബല്യത്തിൽ വന്നു. ടോൾ ഗേറ്റിന് വെളിയിൽ സൈതാപ്പേട്ടയിൽ പല റേസ് ക്ലബ്ബുകളും നടത്തിവരുന്നുണ്ടായിരുന്നു. അവിടെയും ഞാൻ ജോലി ചെയ്തു വന്നിരുന്നു. വീണ്ടും ചില മാസങ്ങളിൽ ജില്ല മുഴുവനും എല്ലാ സ്ഥലങ്ങളിലും കുതിരപ്പന്തയ ചൂതുകളി നിരോധന നിയമം നിലവിൽ വന്നു. എനിക്ക് എൻ്റെ ജോലി അതോടുകൂടി നഷ്ടപ്പെട്ടു. എനിക്ക് ജോലി അന്വേഷിക്കുന്ന ഉത്തരവാദിത്വം എൻ്റെ സഹോദരി ഭർത്താവിന് വീണ്ടും വന്നു. വയറുപുണ്ണ് കാരണം ഒരാൾ എൻ്റെ മാമൻ്റെ പക്കൽ നിന്നും മരുന്ന് മേടിച്ച് കഴിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നടേശ അയ്യർ. അദ്ദേഹം പോസ്റ്റൽ ഓഡിറ്റ് വിഭാഗത്തിൽ ജോലി നോക്കി വന്നിരുന്നു. അദ്ദേഹത്തിനോട് എൻ്റെ മാമൻ അവസ്ഥ വിവരിച്ചു. എന്നെ സൂക്ഷിച്ചു നോക്കി അദ്ദേഹത്തിന് എനിക്ക് ഏതെങ്കിലും നന്മ ചെയ്യണമെന്ന ഒരാഗ്രഹമുണ്ടായി. അതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ജോലിക്ക് ഒരു ഏർപ്പാട് ചെയ്തു തരാം. അതേപോലെ അടുത്ത ഞായറാഴ്ച രാവിലെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ പേര് രാജഗോപാൽ നായിഡു. എനിക്ക് പറ്റിയൊരു ജോലി ശരിയാക്കി തരണമെന്ന് വളരെ വാത്സല്യത്തോടുകൂടി നടേശ അയ്യർ അവർ ആവശ്യപ്പെട്ടു. എന്നെ അടുത്ത ദിവസം കാര്യാലയത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാനായി അദ്ദേഹം പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ 10:30 മണിക്ക് നടേശ അയ്യർ അവർ എന്നെ കൂട്ടിക്കൊണ്ട് കാര്യാലയത്തിലേക്ക് പോയി. അത് മൗണ്ട് റോഡിൻ്റെ അടുത്തുള്ള വുഡ്സ് റോഡിലായിരുന്നു. എനിക്ക് ഒരു പരിഭ്രമം. അതിനു മുമ്പ് 2 വർഷമായി പല പ്രാവശ്യം ആ വഴിയെ മൗണ്ട് റോഡിൽ നിന്നും മൈലാപ്പൂരിലേക്ക് പോയിരുന്നു. അവിടെ 100 കണക്കിന് ഉദ്യോഗസ്ഥന്മാർ അകത്തേക്ക് പോകുന്നതും വെളിയിലേക്ക് വരുന്നതും ഞാൻ കണ്ടിരുന്നു. ഇതുപോലൊരു കാര്യാലയത്തിൽ എനിക്കൊരു ജോലി ലഭിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്രകാരം പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഏത് കാര്യാലയത്തിൽ എനിക്ക് ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നോ അതേ സ്ഥലത്ത് എന്നെ കൊണ്ടുപോയതോർത്ത് ഞാൻ അഭിമാനിതനായി. ഒരു അപേക്ഷ എഴുതി തന്നു നടേശ അയ്യർ. ഞാൻ ഒപ്പിട്ടു. റിക്കാർഡ് സെക്ഷൻ മേലധികാരി രാജഗോപാൽ നായിഡു ഹെഡ് ഗുമസ്തനോട് എന്തോ അല്പസമയം സംസാരിച്ചു. അപേക്ഷയിൽ ശുപാർശ എഴുതി കയ്യൊപ്പിട്ട് കാര്യാലയ തലവന് കൊടുത്തയച്ചു. 10 നിമിഷത്തിനുള്ളിൽ ഒരു ബോർഡിൽ കെട്ടിയയച്ച ആ അപേക്ഷ എനിക്ക് ജോലി നൽകിക്കൊണ്ടുള്ള ഉത്തരവായി തിരിച്ചു വന്നു. എനിക്ക് ജോലി എന്താണ്, ശമ്പളം എത്രയാണ് എന്നൊരു വിവരവും അറിയില്ല. പകൽ 1 മണിക്ക് ശേഷം എനിക്കൊരു ജോലി തന്നു. പുറത്തുനിന്നും വരുന്ന രജിസ്റ്റർ ചെയ്ത കത്തുകൾ തുറക്കണം. രജിസ്റ്റർ നമ്പർ, അയച്ചയാളുടെ വിലാസം, കത്തിൻ്റെ നമ്പർ, തീയതി
ഇവയെല്ലാം അതിനായുള്ള പുസ്തകത്തിൽ എഴുതണം. അന്ന് വൈകിട്ട് വരെ ഇതുതന്നെ ഞാൻ ചെയ്തു. മണി 5 നടേശ അയ്യർ അദ്ദേഹം സെക്ഷന് വന്നു. എന്നെ വിളിച്ചുകൊണ്ട് മൈലാപ്പൂരിൽ എൻ്റെ മാമൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ജോലി അനിയന് കിട്ടിയില്ല. ഒരു കീഴ്ജീവനക്കാരൻ ജോലിയെ കാലിയുണ്ടായിരുന്നുള്ളൂ. തൽക്കാലം ആ ജോലിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് നമ്മൾ ആവശ്യപ്പെട്ട ജോലി ഒഴിവ് വരുമ്പോൾ തരാമെന്ന് വാക്ക് തന്നിട്ടുണ്ട് എന്ന് എൻ്റെ മാമൻ്റെ അടുത്ത് നടേശ അയ്യർ അവർ അറിയിച്ചു. എനിക്ക് അല്പം സങ്കടമായി തന്നെ ഇരുന്നു. ശമ്പളം 15 രൂപയേ ഉള്ളൂ. ആ ജോലി വേണ്ടെന്ന് വിസമ്മതിച്ചാൽ എൻ്റെ മാമനും നടേശ അയ്യറിനും എന്നോട് പിണക്കമുണ്ടാകുമെന്ന് ഞാൻ കരുതി. അത് സ്വീകരിക്കുന്നതായി സമ്മതം അറിയിച്ചു. അന്നു മുതൽ വളരെ എളിമയോടുകൂടി കാര്യാലയത്തിൽ ഞാൻ ജോലി ചെയ്തു. അവർ വാക്ക് തന്നതുപോലെ എനിക്ക് ഉയർന്ന ജോലിയിൽ ഒരൊഴിവ് വന്നയുടൻ അതിൽ നിയമിച്ച് എന്നോട് നന്നായി പെരുമാറിയിരുന്നു. അക്കാലത്ത് എൻ്റെ ജോലിക്ക് 23 രൂപ മാത്രമാണ് ശമ്പളമായി ലഭിച്ചത്. എനിക്ക് ശമ്പളം മതിയായില്ല. ചില ദിവസങ്ങളിൽ ഈ കുറവ് എങ്ങനെ പരിഹരിക്കാം എന്ന് മാത്രം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നിൽ ഒരു ചിന്തയുണ്ടായി. എന്തുകൊണ്ട് ഞാൻ ദിവസവും തറി ജോലി ചെയ്തുകൂടാ? അതുമൂലം മാസം 10 രൂപ സമ്പാദിക്കുവാൻ കഴിയുമല്ലോ എന്ന ചിന്ത. ആ ചിന്തയെ ഞാൻ പ്രവൃത്തിയിൽ കൊണ്ടുവന്നു. എൻ്റെ മാമൻ്റെ വീടിൻ്റെ ഉദ്ദേശം 4 ഫർലോങ് ദൂരത്തിൽ തുലിക്കച്ചിത്തോട്ടം എന്നൊരു നെയ്ത്തുശാലയുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഇപ്പോൾ മാറ്റി. അവിടെ ചെന്ന് ഒരു തറി വാടകയ്ക്ക് ഞാൻ ഏർപ്പാട് ചെയ്തു. അവിടെയും ഒരു പ്രശ്നം. ഒരു ദിവസം 3 മണിക്കൂർ നെയ്യുന്നവർക്ക് തറി ഒന്നിന് വാടക 1 രൂപ കൊടുക്കണം എന്ന് തറിയുടമ പറഞ്ഞു. ആ വാടക ഞാൻ തന്നുകൊള്ളാമെന്ന് സമ്മതിച്ച് തറി ഞാൻ ഏറ്റെടുത്തു. എനിക്ക് തറി തന്ന് സഹായിച്ച മാസ്റ്റർ വീവർ ശ്രീ തങ്കവേലു മുതലിയാർ അദ്ദേഹം ഒരു തീവ്ര ദ്രാവിഡ പാർട്ടി അംഗമായിരുന്നു. ജോലി, കൂലി ഒഴികെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാറില്ലായിരുന്നു. ആധ്യാത്മികതയിൽ മുഴുകിയിരുന്ന ഞാൻ അതിനെ പൂർണ്ണമായും വെറുക്കുന്ന ഒരാളോടൊപ്പം 2 വർഷക്കാലം അല്പം പോലും പിണങ്ങാതെ ഞാൻ ജോലി നോക്കി. രാവിലെ 6 മണി മുതൽ 9 മണി വരെ തറി നെയ്ത്ത്. പിന്നീട് കുളിയും ഭക്ഷണവുമെല്ലാം 11 മണിക്കുള്ളിൽ കാര്യാലയം. വീണ്ടും വൈകിട്ട് 6:30 മണി മുതൽ 8 മണി വരെ വിളക്ക് വെച്ച് തറി നെയ്യുക. ഇപ്രകാരം മാസം 10 രൂപ സമ്പാദിച്ച് ചിലവിനാവശ്യമായ പണം സ്വരൂപിച്ചു. അതിനുശേഷം ഒരു തിണ്ണപ്പള്ളിക്കൂടത്തിൽ അധ്യാപകൻ്റെ ഒരു ജോലി ലഭിച്ചു. രാവിലെ മാത്രം ജോലി, 7 രൂപ ശമ്പളം. ശാരീരിക അധ്വാനം ഒരളവ് വരെ കുറഞ്ഞു. എനിക്ക് 22 വയസ്സായി. അപ്പോൾ ഒരു മറക്കാൻ പറ്റാത്ത സംഭവമുണ്ടായി. എൻ്റെ സഹോദരിയുടെ വീടിന് എതിർവശത്ത് വീട്ടിൽ താമസിച്ചു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ടായിരുന്നു. പേര് നാരായണസ്വാമി. അവൻ എനിക്ക് ഒരു അടുത്ത സുഹൃത്തായിരുന്നു. PS ഹൈസ്കൂളിൽ അവൻ പഠിച്ചിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞങ്ങളും മറ്റ് ചില വിദ്യാർത്ഥികളോട് ചേർന്ന് കടലോരത്ത് ചെല്ലുമായിരുന്നു. മന്ദവള്ളിയിലിരുന്ന് 4 ഫർലോങ് ദൂരമേ ഉള്ളൂ കടലോരത്തേക്ക്. വേനൽക്കാലത്ത് ദിവസം തോറും കടലിലിറങ്ങി കുളിച്ച ശേഷം വൈകുന്നേരം 7 മണിക്കുള്ളിൽ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വരും. ചില ദിവസങ്ങളിൽ ഞാനും നാരായണസ്വാമിയും മാത്രം കടലിലിറങ്ങി കുളിക്കും. മറ്റു കുട്ടികൾ കരയിലിരിക്കും. ഉദ്ദേശം 15 മിനിറ്റ് കഴിഞ്ഞു. നാരായണ, മതി വാ എന്ന് അവനെ ഞാൻ വിളിച്ചു. അന്ന് തിരകൾ വളരെ ഉയരത്തിൽ പൊങ്ങിയടിച്ചു. ഓരോ തിരയും ഒരാൾ പൊക്കത്തിൽ ഞങ്ങളെ പൊക്കി പിന്നിലേക്ക് താഴ്ത്തി. അത് പ്രകൃതിയുടെ ഊഞ്ഞാൽ പോലിരുന്നു. മനസ്സിന് വളരെ സന്തോഷം പകരുന്നതായിരുന്നു അത്. ഞാൻ വിളിച്ചപ്പോൾ അരികിൽ ഒരു തിര വളരെ ഉയരത്തിൽ വന്നു. അതിനെ നോക്കി, ദിസ് ഈസ് ദ ലാസ്റ്റ് വേവ്, വി വിൽ എൻജോയ് ഇറ്റ്. ഇതാണ് അവസാനത്തെ തിര, ഇതിൽ ആസ്വദിച്ചു പോകാം എന്നവൻ പറഞ്ഞു. അതിനുള്ളിൽ ആ വലിയ തിര ഞങ്ങൾ 2 പേരെയും വളരെ ഉയരത്തിൽ പൊക്കിയെടുത്തു. വീണ്ടും ആ തിര താഴ്ന്നപ്പോൾ ഞങ്ങൾ ചില ഗജദൂരം കടലിനുള്ളിൽ ചെന്നു കഴിഞ്ഞു. കാല് നിലത്ത് മുട്ടുന്നില്ല. പൊങ്ങി നീന്തി നോക്കി സാധിക്കുന്നില്ല. എങ്ങനെയോ ഞാനൊരു വിധം കരയ്ക്ക് 10 അടി ദൂരത്തിലെത്തി. കാല് നിലത്ത് മുട്ടി. എങ്കിലും ഒരു ചുഴിയുള്ളതായി എനിക്ക് ബോധ്യപ്പെട്ടു. അതിനെ കടന്ന് പെട്ടെന്ന് ഞാൻ കരയിൽ കയറി. നാരായണസ്വാമി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂട്ടുകാരോട് നാരായണന്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി. മീൻപിടുത്തക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞയച്ചു. കരയിലുണ്ടായിരുന്ന എൻ്റെയും നാരായണസ്വാമിയുടെയും തുണികൾ കൂട്ടിക്കെട്ടി നീളത്തിലുള്ള കയറ് പോലെയാക്കി ഞാൻ വീണ്ടും കടലിലേക്ക് ഇറങ്ങി. എനിക്ക് നിലയുള്ള ആഴം വരെ ചെന്ന് തുണി എറിഞ്ഞു നൽകി. ഒരു 10 അടി ദൂരത്തിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ കൈകൊണ്ട് തുണിയിൽ പിടിക്കുവാൻ ശ്രമിച്ചു. ഞാൻ വീണ്ടും അല്പദൂരം കടലിൽ ചെന്നു. എന്തൊരു പരീക്ഷ! ഞാൻ വീണ്ടും ആ ചുഴിയിൽ അകപ്പെട്ടു. മുഴുവൻ ശ്രമത്തോടു കൂടി ഞാൻ നീന്തി. ഒരു നിമിഷം കൊണ്ട് കാൽ തറയിൽ മുട്ടുന്ന സ്ഥലത്തെത്തിച്ചേർന്നു. തിരിച്ച് നാരായണനെ നോക്കി. അവൻ മുങ്ങിപ്പോയിരുന്നു. അവൻ്റെ കയ്യിലെ 5 വിരലുകൾ മാത്രം അല്പസമയം മുകളിൽ കണ്ടു. പിന്നീട് ആ കൈയും കാണുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റാത്ത ദുഃഖം. എൻ്റെ പ്രിയ കൂട്ടുകാരൻ, ചങ്ങാതി, ജോലി സമയമൊഴികെ മറ്റ് സമയം എന്നോട് ചിലവഴിച്ചു പോന്ന സുഹൃത്ത് കടലിൽ മുങ്ങിപ്പോയി. ഞാൻ മാത്രം ജീവിക്കണോ? അവനോടൊപ്പം മുങ്ങിപ്പോയാലെന്താണ് എന്നൊരു ആവേശമുണ്ടായി.
അയ്യോ നാരായണ, എന്നെ വിട്ടുപോയല്ലോ എന്ന് ഉച്ചത്തിൽ ഞാൻ കരഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഓർമ്മ വന്നു. കടലിലേക്ക് മുങ്ങണമെന്ന വേഗം കുറഞ്ഞു. കരഞ്ഞുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അതിനുള്ളിൽ മീൻപിടുത്തക്കാർ രണ്ടുപേരെ സുഹൃത്തുക്കൾ വിളിച്ചുകൊണ്ടു വന്നു. അവർ മുങ്ങിപ്പോയ സ്ഥലം ഞാൻ വ്യക്തമായി കാണിച്ചു കൊടുത്തു. മീൻപിടുത്തക്കാർ മുങ്ങിത്തപ്പി. ആളെ കിട്ടിയില്ല. 1 മണിക്കൂർ കഴിഞ്ഞു. വൈകിട്ട് 7:30 മണിക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. പോകുന്ന വഴിയിൽ പോലീസിൽ പരാതി കൊടുത്തിട്ട് നാരായണൻ്റെ വസ്ത്രങ്ങൾ അവൻ്റെ വീട്ടിലേൽപ്പിച്ച് ഞങ്ങളെല്ലാവരും താങ്ങാനാവാത്ത ദുഃഖത്തോടു കൂടി നടന്നുപോയി. നാരായണൻ്റെ ചേച്ചിയുടെ കരച്ചിൽ ഇന്നോർത്താലും എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കും. 5 മണിക്ക് കടൽക്കരയ്ക്ക് പോയവൻ 7:30 മരിച്ചുപോയി എന്ന വാർത്ത കേട്ടാൽ കൂടെ പിറന്നവർക്ക് എങ്ങനെയിരിക്കും? അടുത്ത ദിവസം ചെന്നൈ തുറമുഖമരികിൽ അവൻ്റെ ശരീരം കണ്ടെടുത്തു. എൻ്റെ ജീവിതത്തിൽ ഇതൊരു മറക്കാൻ പറ്റാത്ത ഒരു ദുഃഖ സംഭവമാണ്. സുഹൃത്തിനെ നഷ്ടപ്പെട്ട ദുഃഖം എന്നെ നീണ്ട കാലം വേദനിപ്പിച്ചു. അപ്പോൾ എന്നെ ഞാൻ തന്നെ സമാധാനിപ്പിച്ചു. അവൻ ജീവിത ദുഃഖങ്ങളെല്ലാം കടന്നുപോയി. അതിൽ നിന്നും ഖേദിക്കുന്നു ഞാൻ. അവനെ ഓർത്ത് എന്തുകൊണ്ട് ദുഃഖിക്കണം? എനിക്ക് ഒരു ദിവസം അതുപോലെ അവസ്ഥ ഉണ്ടാകാനല്ലേ പോകുന്നത്? ഈ ചിന്തകളിൽ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് മറ്റ് ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ മുഴുകുവാൻ തുടങ്ങി. 3 വിധ ദാരിദ്ര്യം. വസ്തുക്കൾ ശരീരഊഷ്മാവ് സംരക്ഷിക്കുവാൻ വിശപ്പടക്കേണ്ടത് അത്യാവശ്യമാണ് മനുഷ്യർക്ക്. വസ്തുക്കൾ ഇല്ലായ്മ ദാരിദ്ര്യം കൂടാതെ പല വസ്തുക്കൾ അനുഭവിച്ചും ശീലത്തിനാലെ വസ്തുക്കളുടെ ആവശ്യം കൂടിയതിനാൽ പാരിൽ പല ദാരിദ്ര്യത്തിന് ഇടയായി. അറിവിൻ താഴ്മയാൽ വസ്തുക്കളുടെ അളവുരീതികളില്ലാതെ ഒളിപ്പിക്കുന്നതിനാൽ നാം മറ്റ് ദാരിദ്ര്യം കണ്ടു. അച്ചടക്കം, ധാർമ്മിക നീതി. പ്രകൃതി ദുരന്തം എന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ, വിശപ്പ്, ശരീരത്തിൽ മാലിന്യ ഉന്തൽ, പ്രയത്നത്താൽ കാലാകാലങ്ങളിൽ തീർക്കുവാൻ തടസ്സമില്ലാത്ത അവസരമാണ് സ്വാതന്ത്ര്യമെന്നത്. കൃത്രിമമായി ഒരാൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനെ നശിപ്പിക്കാത്ത രീതിയിൽ ജീവിക്കുന്ന പരിശീലനവും നല്ല നടപ്പും ചേർന്ന സംസ്കാരമാണ് അച്ചടക്ക ധാർമ്മിക നീതി. നോയമ്പ്. മറ്റുള്ളവരുടെ പ്രവൃത്തിയിൽ ജീവിതത്തിൽ തടസ്സംപ്പെടുത്തി അഹംഭാവം സാർത്ഥത വളർത്തേണ്ട. മറ്റുള്ളവർ ദാരിദ്ര്യത്തിലും എളിമയിലും ജീവിക്കുമ്പോഴും മഹാശക്തി അലയ്ക്ക് ഉണ്ട്. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിച്ച് ലോകത്തിൽ ജീവിക്കുന്ന നീച മനസ്സ് നേടിയവർക്ക് സമാധാനം ലഭിക്കില്ല. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ താനും സന്തോഷിച്ച് വിരസതയില്ലാതെ പരമാനന്ദ ജീവിതവ്രതം നേടാം.